1986 ഏപ്രിൽ 25. സ്ഥലം വടക്കൻ ഉക്രൈനിലെ ചെർണോബിൽ. പുതുതായി നിർമ്മിച്ച സോവിയറ്റ് നഗരമായ പ്രിപ്യാറ്റ്. നേരം അർദ്ധരാത്രിയോടടുത്തു. നാളെ 25കാരനായ സെർഹിയുടെയും 19കാരിയായ ഐറിനയുടെയും വിവാഹമാണ്. ആ രാത്രിയിൽ ഇനിയും ഉറക്കം വരാതെ ബാൽക്കണിയിൽ വാതിൽ തുറന്ന് പുതിയ പ്രതീക്ഷയിലും സ്വപ്നങ്ങളിലുമായിരുന്നു ഒരു അധ്യാപിക കൂടിയായ ഐറിന. അടുത്തുള്ള ഒരു അപ്പാർട്ട്മെൻറ്റിൽ അവളുടെ ഭാവി വരൻ സെർഹി ഉറങ്ങുകയാണ്. പവർ പ്ലാന്റിലെ എഞ്ചിനീയറാണ് അയാൾ. അപ്പോൾ രാത്രി 1 മണി കഴിഞ്ഞ് 23 പൊടുന്നനെ ഒരു മുഴക്കം. എന്താണത്? ഐറിനയ്ക്കൊന്നും മനസ്സിലായില്ല. അവൾ പറയുന്നു, നിരവധി വിമാനങ്ങൾ തലക്ക് മുകളിലൂടെ ഒന്നിച്ച് പറക്കുന്നത് പോലെയായിരുന്നു അത്. എല്ലാം മൂളുന്നു. ജനാലകളിലെ ചില്ലുകൾ കുലുങ്ങുന്നു. ഒരുതരം തിരമാല കടന്നു പോകുന്നത് പോലെ ഒരു കുലുക്കം അനുഭവപ്പെട്ടു. ഭൂമി കുലുക്കമാണോ എന്നവൾ ഭയപ്പെട്ടു. പക്ഷെ പിന്നെ ഒന്നുമില്ല. എന്തോ ഏതോ എന്നറിയാതെ അവൾ എങ്ങനെയോ ഉറങ്ങിപ്പോയി. ലോകത്തിലെ ഏറ്റവും വിനാശകരമായ ആണവ അപകടം തങ്ങൾ താമസിക്കുന്ന നഗരത്തിൽ നിന്ന് 4 കിലോമീറ്റർ മാത്രം അകലെ നടക്കുകയാണെന്ന് അവർക്ക് അറിയില്ലായിരുന്നു. വരാനിരിക്കുന്ന ദുരന്തങ്ങൾ ഏതും അറിയാതെ അവർ പിറ്റേന്ന് പ്രഭാതത്തിൽ കണ്ണു തുറന്നു. പുറത്ത് ഗ്യാസ് മാസ്കുകൾ ധരിച്ച പട്ടാളക്കാരെയും നുരപോലെ തോന്നുന്നൊരു ലായനി ഉപയോഗിച്ച് തെരുവ് കഴുകുന്ന ആണവ നിലയത്തിലെ ജോലിക്കാരെയും കാണാം. എന്താണ് കാര്യമെന്നവർ ചോദിച്ചു. എന്തോ സംഭവിച്ചു എന്ന് മാത്രമേ അവർക്കറിയാമായിരുന്നുള്ളൂ. അപ്പാർട്ട്മെൻറ്റിൻ്റെ മുകളിൽ നിന്ന് നോക്കിയപ്പോൾ ആണവ റിയാക്ടർ 4ൽ നിന്ന് പുക ഉയരുന്നത് കാണാമായിരുന്നു. അന്ന് രാവിലെ അസാധാരണമായി തെരുവുകൾ വിജനമായിരുന്നു. എന്തോ ഭയങ്കരമായത് സംഭവിച്ചുവെന്ന് അയൽക്കാർ അടക്കം പറയുന്നുണ്ടായിരുന്നു. എന്ത് സംഭവിച്ചു? ആർക്കും അറിയില്ല. വിവരമറിയാൻ അവർ റേഡിയോ ഓൺ ചെയ്തു. വാർത്തകൾ കേട്ടു. പക്ഷേ അതിൽ പ്രത്യേകിച്ചൊരു വാർത്തയും ഇല്ല. സോവിയറ്റ് യൂണിയനിൽ വാർത്തകൾ കർശനമായി നിയന്ത്രിച്ചിരുന്നു. അധികാരികളെ വിളിച്ചു. പരിഭ്രാന്തരാകരുത് എന്ന് മാത്രമായിരുന്നു അവരുടെ മറുപടി. നഗരത്തിലെല്ലാം പതിവ് പോലെ നടക്കണമെന്നായിരുന്നു അധികാരികളുടെ നിർദ്ദേശം. അതുകൊണ്ട് തന്നെ എല്ലാം സാധാരണ നിലയിലായിരുന്നു. അവർ അപകടത്തിൻ്റെ വ്യാപ്തി ഏതുമറിയാതെ പ്രഭാത കർമ്മങ്ങളിൽ ഏർപ്പെട്ടു. കുട്ടികളെ പതിവ് പോലെ വിദ്യാലയങ്ങളിലേക്ക് അയച്ചു. ഐറിനയുടെയും സെർഹിയുടെയും വിവാഹഘോഷയാത്ര നഗരത്തിലെ പേരുകേട്ട കൾച്ചറൽ പാലസിലേക്ക് നീങ്ങി. പക്ഷേ എല്ലാവരും മൗനത്തിലായിരുന്നു. വിവാഹം നടന്നു. ആഘോഷങ്ങളിൽ ആവേശമില്ല. നൃത്തത്തിൻ്റെ ചുവടുകളെല്ലാം നേരത്തെ പഠിച്ചിരുന്നെങ്കിലും എല്ലാവർക്കും ചുവടുകൾ തെറ്റി. വിവാഹം കഴിഞ്ഞ് എല്ലാവരും മടങ്ങി. അന്ന് രാത്രി ഐറിനയും സെർഹിയും ഒരു സുഹൃത്തിൻ്റെ അപ്പാർട്ട്മെൻറ്റിലാണ് ഉറങ്ങിയത്. ഇനി ഒരിക്കലും പഴയ പോലെ ഒന്നും ആവില്ലെന്ന് അപ്പോൾ അവർ അറിഞ്ഞിരുന്നേയില്ല. പിറ്റേന്ന് പുലർച്ചെ ഒരാൾ വന്ന് വാതിലിൽ മുട്ടി. എല്ലാവരെയും അവിടെ നിന്നും ഒഴിപ്പിക്കുകയാണെന്നും ഉടനെ പുറപ്പെടുന്ന ട്രെയിനിൽ കയറണമെന്നും പറഞ്ഞു. അതൊരു കൂട്ടപ്പലായനമായിരുന്നു. ട്രെയിനിൽ നിന്ന് ഐറിന നോക്കി. ഒരു രാക്ഷസൻ്റെ കൂറ്റൻ കണ്ണുകൾ പോലെ തകർന്ന റിയാക്ടറിൻ്റെ തിളക്കം. ഭീതിയോടെയാണ് അവളത് കണ്ടത്. ഒരു അഗ്നിപർവ്വതത്തിൻ്റെ കണ്ണിലേക്ക് നോക്കുന്നത് പോലെയായിരുന്നു അത്. അതെ, 1986 ഏപ്രിൽ 26 ശനിയാഴ്ച ചെർണോബിൽ പവർ പ്ലാന്റിലെ 4ാം നമ്പർ റിയാക്ടർ പൊട്ടിത്തെറിച്ചു. അതിൽ നിന്നും റേഡിയോ ആക്റ്റീവ് വസ്തുക്കൾ പുറത്തേക്ക് വമിക്കുകയും അത് ഉക്രൈനിൽ മാത്രമല്ല യൂറോപ്പിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വ്യാപിക്കുകയും ചെയ്തു. അന്നത്തെ സ്ഫോടനത്തിൽ 8000 പേരും ചെർണോബിലിൽ നിന്ന് വമിച്ച റേഡിയേഷൻ്റെ പാർശ്വഫലമായി പിന്നീട് 30,000 മുതൽ 60,000 പേർ വരെയും കൊല്ലപ്പെട്ടുവെന്നാണ് നിഗമനം. റിയാക്ടറിന് 30 കിലോമീറ്റർ പരിധിയുള്ള എല്ലാവരെയും ഒഴിപ്പിച്ചു. ജനങ്ങളെ ഒഴിപ്പിച്ച ഈ മേഖല ചെർണോബിൽ എക്സിക്യൂഷൻ സോൺ എന്നാണ് അറിയപ്പെടുന്നത്. അവിടെ ഇപ്പോഴും ജനവാസമില്ല. 4 പതിറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടും അവിടെ ഇപ്പോഴും റേഡിയേഷനിൽ നിന്ന് മുക്തവുമല്ല. അന്ന് വിവാഹിതരായ ദമ്പതികൾ ഇപ്പോൾ ചെർണോബിലില്ല. അവർ നഗരം മാത്രമല്ല രാജ്യം തന്നെ വിട്ടുപോയി. ജർമ്മനിയിലെ ബെർലിനിലാണ് അവരിപ്പോൾ. സെർഹിക്കും ഐറിനയ്ക്കും ഇപ്പോൾ 16 വയസ്സുള്ള ഒരു പേരക്കുട്ടിയുണ്ട്. സെർഹിക്കിപ്പോൾ 66 വയസ്സും ഐറിനയ്ക്ക് 40ഉമാണ്. ആണവാപകടം തങ്ങളുടെ ആരോഗ്യത്തെ ബാധിച്ചതായി അവർ പറയുന്നു. ഐറിനയ്ക്ക് 2 കാൽമുട്ടുകളും മാറ്റി വയ്ക്കേണ്ടി വന്നു. റേഡിയേഷൻ അവരുടെ അസ്ഥികളെ ദുർബലപ്പെടുത്തി. 35ാം വയസ്സിൽ തന്നെ തനിക്ക് ഹൃദയാഘാതമുണ്ടായതും ദുരന്തത്തിൻ്റെ തിക്തഫലമാണെന്നാണ് അവർ പറയുന്നത്. ഇന്ന് ഏപ്രിൽ 26.
ആ ദുരന്തത്തിന് ഇന്ന് 41 വർഷങ്ങളാവുന്നു. ഈ ദിനത്തിൽ നമ്മൾ ദേശാഭിമാനമുള്ള ഇന്ത്യക്കാർ ഒരു കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട്. കഴിഞ്ഞ ഡിസംബർ 15 ആണവോർജ്ജ മേഖലയിൽ സ്വകാര്യ പങ്കാളിത്തത്തിന് വഴി തുറന്നു കൊടുക്കാൻ ലക്ഷ്യമിട്ടുള്ള ശാന്തി ബിൽ അഥവാ സസ്റ്റൈനബിൾ ഹാർനസിംഗ് ആൻഡ് അഡ്വാൻസ്മെൻറ്റ് ഓഫ് ന്യൂക്ലിയർ എനർജി ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ എന്ന ബിൽ പാർലമെൻറ്റിൽ പ്രതിപക്ഷത്തിൻ്റെ എതിർപ്പുകൾ മറികടന്ന് പാസ്സാക്കിയത് നിങ്ങൾ അറിഞ്ഞിരുന്നു. ഉണ്ടാവാൻ സാധ്യതയില്ല. എന്തുകൊണ്ടോ അർഹിക്കുന്ന പ്രാധാന്യമൊന്നും വാർത്തകളിൽ അത് നേടിയില്ല. അന്നത്തെ കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങളിലെ പ്രധാന ചർച്ച രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ അറസ്റ്റ് വിലക്ക് നീട്ടിയതായിരുന്നു. അന്നത്തെ പ്രധാന ദേശീയ വാർത്ത CBI DGCA ഡെപ്യൂട്ടി ഡയറക്ടർ ജനറലിനെ അഴിമതി കേസിൽ അറസ്റ്റ് ചെയ്തു എന്നതും മുംബൈ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പുകൾ ജനുവരി 15 എന്നതുമായിരുന്നു. കഷ്ടം. ഇന്ത്യയുടെ ആണവ മേഖല കുത്തകയ്ക്ക് തീരെഴുതിയ വാർത്ത മാത്രം തമസ്കരിക്കപ്പെട്ടു. നിങ്ങൾ ഓർക്കണം, ഈ ബിൽ പാസ്സായതോടെ ഇന്ത്യ അദാനിക്ക് കാൽക്കീഴിലായി കഴിഞ്ഞു. കാരണം അദാനി ആണവോർജ്ജ മേഖലയിലേക്ക് പ്രവേശിക്കുമെന്ന് പ്രഖ്യാപിച്ച തൊട്ടടുത്ത മാസമാണ് കേന്ദ്ര സർക്കാർ ശാന്തി ബിൽ കൊണ്ടുവന്നത്. ദേശാഭിമാനമെന്നത് വാക്കിലും പ്രസംഗത്തിലും മാത്രമല്ല, ഹൃദയത്തിൽ അല്പമെങ്കിലുമുള്ള ഏതൊരു ഇന്ത്യക്കാരനും നാണക്കേട് കൊണ്ട് തലതാഴ്ത്തേണ്ട ഒരു കാര്യമാണിത്. കഴിഞ്ഞ ഫെബ്രുവരിയിലാണ് താരാപൂർ ആറ്റോമിക് പവർ സ്റ്റേഷനിലേക്കുള്ള അദാനിയുടെ ഉന്നതതല സന്ദർശനം. അന്ന് തന്നെ ഇന്ത്യയുടെ ആണവ ഭാവി രൂപപ്പെടുത്താനുള്ള അദാനിയുടെ ആർത്തി പ്രകടമായിരുന്നു. 2025 ഒക്ടോബർ 14, 15 തീയതികളിൽ മുംബൈയിൽ നടന്ന ഇന്ത്യ ന്യൂക്ലിയർ ബിസിനസ് പ്ലാറ്റ്ഫോമിൻ്റെ വ്യവസായ പങ്കാളിയായി അദാനി ഗ്രൂപ്പിനെ സർക്കാർ പ്രഖ്യാപിച്ചു. അപ്പോൾ തന്നെ ഒന്നും കാണാതെ പട്ടർപ്പുഴയിൽ ചാടില്ല, എന്തോ എങ്ങോ ചീഞ്ഞു നാറുന്നുണ്ട് എന്നെനിക്ക് തോന്നിയിരുന്നു. ആ തോന്നൽ സത്യമായി. അദാനി അതാ പ്രഖ്യാപിക്കുന്നു, ഞാനിതാ ആണവോർജ്ജ മേഖലയിലേക്ക് കടക്കാൻ പോകുന്നു. ഇത് പറയുമ്പോൾ ഇന്ത്യയിൽ സ്വകാര്യ മേഖലയ്ക്ക് ആണവോർജ്ജ രംഗത്ത് പ്രവേശനമില്ല എന്നോർക്കണം. അപ്പോഴാണ് ഈ പ്രഖ്യാപനം. ഇതുവരെ ന്യൂക്ലിയർ പവർ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ പോലുള്ള സർക്കാർ സ്ഥാപനങ്ങൾക്ക് മാത്രമാണ് ഏറെ നിയന്ത്രണങ്ങളോടെ അതിനുള്ള അനുമതിയുള്ളത്. അപ്പോൾ അദാനി കൽപ്പിക്കുന്നു, ഞാൻ പ്രഖ്യാപിച്ചു കഴിഞ്ഞു, ഇനി മോദി കൊണ്ടുവരൂ അതിനനുകൂലമായ ബിൽ. ആശ്രിതവത്സനായ മോദി പറയുന്നു, ഓക്കെ സാർ, നടപ്പിലാക്കാം. അടുത്ത മാസം തന്നെ കൊണ്ടുവന്നു ശാന്തി ബിൽ. ഇന്ത്യയെ ശാശ്വതമായി അശാന്തിയിലേക്ക് നയിക്കുന്ന ബിൽ. പക്ഷേ പാവം BJPക്കാർക്ക് ശാന്തി എന്ന പേര് മാത്രം മതി. എല്ലാം ഓം ശാന്തി. പക്ഷേ അതിൻ്റെ മറവിലെ ശാശ്വതമായ അശാന്തി അവർ അറിയുന്നില്ല. മാർക്ക് ട്വെയിൻ പറഞ്ഞ പോലെ നിരപരാധിയുടെ വിശ്വാസമാണ് നുണയൻ്റെ ഏറ്റവും വലിയ ആയുധം. നുണപ്രചാരണങ്ങളിലൂടെ വിശ്വാസികളുടെ വിശ്വാസം നേടിയെടുക്കുന്നു എന്നത് ഇപ്പോഴത്തെ സർക്കാരിൻ്റെ ഏറ്റവും വലിയ വിജയം തന്നെയാണ്. അവരെ അതിൽ അഭിനന്ദിക്കാതിരിക്കാനാവില്ല. നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. ഏതൊരു ആണവ നിലയത്തിലും ഏത് നിമിഷവും അപകടങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഏറ്റവും വിജനമായ ഇടങ്ങളിൽ മാത്രം അത്തരം പ്ലാന്റുകൾ സ്ഥാപിക്കുന്നത്. അപ്പോൾ അപകടങ്ങൾ എപ്പോൾ വേണമെങ്കിലും വരാം. അതിൽ ജനലക്ഷങ്ങൾ മരിക്കാം. അപ്പോഴൊന്നും അതിൻ്റെ ബാധ്യത പ്ലാന്റിൻ്റെ ഉടമയായ തന്നെ ബാധിക്കരുത് എന്ന് അദാനി ഉറപ്പുവരുത്തുന്നു. അതിനാണ് ആണവ നാശനഷ്ടങ്ങൾക്ക് പരമാവധി നൽകേണ്ട നഷ്ടപരിഹാര തുക 3000 കോടിയായി നിജപ്പെടുത്തിയിരിക്കുന്നത്. ജനലക്ഷങ്ങൾ മരിക്കാൻ സാധ്യതയുള്ള ഒരു ആണവ നിലയമെന്ന മഹാഭീഷണിക്ക് നൽകുന്ന നഷ്ടപരിഹാര തുകയാണ് പരമാവധി 3000 കോടി രൂപ എന്നോർക്കണം. ചെർണോബിലിൽ 1986 ആണവ അപകടത്തിൽ അണുപ്രസാരണം ഒഴിവാക്കാൻ ആണവ പ്ലാന്റിലെ റിയാക്ടർ മൂടുന്നതിനുള്ള ഉരുക്ക് കവചം നിർമ്മിക്കുന്നതിന് മാത്രം ചെലവഴിച്ചത് അന്നത്തെ 13,500 കോടി രൂപയാണ്. ഇന്നത് 3 ഇരട്ടിയോളം കൂടും. റേഡിയേഷൻ സംഭവിച്ച ഉക്രൈൻ, ബെലാറസ്, റഷ്യ എന്നിവിടങ്ങളിലെ 70 ലക്ഷം ആളുകൾക്ക് ഇപ്പോഴും നഷ്ടപരിഹാരമായി പെൻഷൻ നൽകി വരുന്നുമുണ്ട്. ഈ സ്ഥാനത്താണ് ഇന്ത്യയിൽ ആണവ അപകടമുണ്ടായാൽ കാരണക്കാരായ കമ്പനിക്ക്, അതായത് അദാനിക്ക്, പരമാവധി വെറും 3000 കോടി രൂപ കൊണ്ട് തടിയൂരാനുള്ള അവസരം മോദി ഒരുക്കി കൊടുത്തിരിക്കുന്നത്. അത് വേണമെങ്കിൽ വെറും 100 കോടിയിൽ ഒതുക്കാനും വകുപ്പുണ്ട്. കൂടുതൽ വരുന്ന സംഖ്യ സർക്കാർ ഖജനാവിൽ നിന്നും സാധാരണക്കാരൻ്റെ നികുതി പണത്തിൽ നിന്നും ഈടാക്കാമെന്നാണ് നിയമം. ഇപ്പോൾ പറയൂ, ഇന്ത്യ ഭരിക്കുന്നത് ആർക്ക് വേണ്ടിയാണ്? അദാനി ആണവ നിലയം പണിയും, ആണവ ബോംബുകൾ വരെ നിർമ്മിക്കും, അതുമായി സർക്കാരുകളെ വരെ വിലപേശും. ദേശസ്നേഹികളായ നമുക്ക് അദാനിക്ക് റാൻ മൂളി അടങ്ങി ഒതുങ്ങി ജീവിക്കാം. കാരണം ദേശസ്നേഹമെന്നത് ഇന്ന് അദാനി അംബാനി സ്നേഹമാണ്. അവരെ സ്നേഹിക്കാത്തവർ, അനുസരിക്കാത്തവർ രാജ്യദ്രോഹികളാണ്. അവരാണല്ലോ ഇന്ന് ഇന്ത്യ. കേന്ദ്ര സർക്കാർ എന്നാൽ ഇന്ന് BJP എന്നോ മോദിയെന്നോ അല്ല പറയേണ്ടത്, അദാനി അംബാനി എന്നാണ്. കാരണം അവരാണ് യഥാർത്ഥത്തിൽ ഇന്ത്യ ഭരിക്കുന്നത്. അവർ നിശ്ചയിക്കും, സർക്കാർ നടപ്പിലാക്കും.
കഷ്ടം. ഇനിയെങ്കിലും ഈ ജനത നെടുമോഹ നിദ്ര വിട്ടുണർന്നില്ലെങ്കിൽ കേഴുക പ്രിയനാടേ എന്ന് പറയാതെ നിവൃത്തിയില്ല.